ഓഗസ്റ്റ് 28 ബുധനാഴ്ച. മത്തായി 23, 27 മുതൽ 32 വരെ വാക്യങ്ങൾ. ഇന്ത്യയിലെ ഉത്തർപ്രദേശിലെ ആഗ്രയിൽ യമുന നദിയുടെ തീരത്ത് വെളുത്ത മാർബിൾ കൊണ്ടുണ്ടാക്കിയ ഒരു ശവകുടീരമുണ്ട്, താജ് മഹൽ. 1631 മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തൻ്റെ പ്രിയ പത്നി മുംതാസ് മഹലിൻ്റെ ശവകുടീരം സ്ഥാപിക്കാൻ ഇത് നിർമ്മിച്ചു. പിന്നീട് ഷാജഹാനെ തന്നെയും ഇവിടെ അടക്കിയിട്ടുണ്ട്. ഒത്തിരി ആർക്കിടെക്റ്റിൻ്റെ നേതൃത്വത്തിൽ 20,000-ത്തിലധികം തൊഴിലാളികളും കരകൗശല വിദഗ്ധരുമാണ് ഇതിൻ്റെ നിർമ്മാണ ജോലിയിൽ പങ്കെടുത്തത്. ഇന്ത്യയിലെ ഇസ്ലാമിക കലയുടെ രത്നവും ലോക പൈതൃകത്വത്തിൻ്റെ സാർവത്രിക പ്രതീകവുമായി പ്രശംസിക്കപ്പെടുന്ന മാസ്റ്റർ പീസുകളിലൊന്നാണ് താജ്മഹൽ എന്ന് യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റായി തിരഞ്ഞെടുക്കപ്പെട്ട താജ്മഹൽ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണിത്. ഏതാണ്ട് 5 ദശലക്ഷത്തിലധികം സന്ദർശകർ ഇവിടെ വരുന്നു. ഏറ്റവും മനോഹരമായ ഒരു സൗധമാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ മരിച്ചവരുടെ അസ്ഥികളാണുള്ളത്. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് യേശു നിയമജ്ഞരെയും ഫരിസേയരെയും വെള്ള തേച്ച കല്ലറകളോട് ഉപമിക്കുന്നു. പുറമേ അവ മനോഹരമായി കാണപ്പെടുന്നു, എന്നാൽ ആ കല്ലറകൾക്കുള്ളിലുള്ളത് അസ്ഥികളും അഴുക്കുമല്ലാതെ മറ്റൊന്നുമല്ല. ഫരിസേയർ നീതിമാന്മാരായി പുറമെ കാണപ്പെട്ടു, എന്നിരുന്നാലും ഉള്ളിൽ അവർ കാപട്യവും തിന്മയും നിറഞ്ഞവരാണെന്ന് യേശു കുറ്റപ്പെടുത്തുന്നു. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു ഫരിസേയരുണ്ട് എന്നതാണ് സങ്കടകരമായ യാഥാർത്ഥ്യം. നമ്മളിൽ ഭൂരിഭാഗവും സുന്ദരന്മാരും സുന്ദരിമാരുമായി കാണപ്പെടാൻ ആഗ്രഹിക്കുന്നു. സ്വാഭാവികമായും നമ്മൾ അഭിനന്ദിക്കപ്പെടാനും നമ്മൾ കഴിവുള്ളവരും വിജയകരവും സന്തോഷകരവുമാകാൻ ആഗ്രഹിക്കുന്നു എന്നത് നല്ല കാര്യമാണ്. എന്നിരുന്നാലും നമ്മുടെ ദുർബലതയും ഭയാനകമായ വശം നമ്മൾ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നു. നമ്മുടെ ഉള്ളിലുള്ള എല്ലുകളും അഴുക്കും മറച്ചു വയ്ക്കാൻ നാം എപ്പോഴും ശ്രമിക്കും. കാരണം ആളുകൾ ഈ വശം കാണണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. എപ്പോഴും നമ്മൾ സന്തോഷവും വിജയവും സംതൃപ്തിയും നിറഞ്ഞവരായി കാണാനാണ് ആഗ്രഹിക്കപ്പെടുന്നത്. നമുക്ക് ഇന്ന് സ്വയം ചോദിക്കേണ്ട ഇതാണ്: ഞാൻ ഒരു കാപട്യമായ ജീവിതമാണോ നയിക്കുന്നത്? കപടഭക്തനായിരിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ നല്ലവനും വിശുദ്ധനുമായി മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. നമ്മൾ പൂർണ്ണരായിരിക്കണമെന്ന് യേശു പ്രതീക്ഷിക്കുന്നില്ല. എന്നാലും നമ്മൾ യഥാർത്ഥത്തിൽ എന്തായിരിക്കുന്നുവോ അത് നമ്മൾ അംഗീകരിക്കണമെന്നാണ് യേശുവിൻ്റെ ആഗ്രഹം. യഥാർത്ഥത്തിൽ ഉള്ളതിനേക്കാൾ വിശുദ്ധരോ സന്തോഷവാന്മാരോ സംതൃപ്തരോ ആയി ഭാവിക്കരുതെന്ന് യേശു ആഗ്രഹിക്കുന്നു. നമുക്ക് എന്തായിത്തീരാൻ കഴിയും അത്രയും മികച്ചവരാകാൻ നാം ശ്രമിക്കണം. ആദ്യം നമ്മുടെ
ആന്തരികതയെ ശരിയാക്കാം, ബാഹ്യമായത് പിന്തുടരും. അതുപോലെ നാം മറ്റുള്ളവരെ നോക്കുമ്പോൾ അവരുടെ ബാഹ്യ സൗന്ദര്യം മാത്രം കണക്കിലെടുക്കാതെ അവരുടെ ഉദ്ദേശ്യശുദ്ധിയെയും പെരുമാറ്റത്തെയും കുറിച്ച് ജാഗ്രത പുലർത്താം. ഇപ്പോഴല്ലെങ്കിൽ പിന്നീട് നമ്മുടെ ഉള്ളിലുള്ളത് പുറത്തു വരും. പ്രിയപ്പെട്ടവരെ, ജനങ്ങളുടെ മുമ്പിൽ സുന്ദരനായിരിക്കുക എന്നതിനേക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ സുന്ദരമായിരിക്കുക എന്നത്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.